ശിവാജി ഗണേശനും കമലഹാസനും രജനികാന്തും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു ഫീൽഡിൽ ഒരു സിനിമ കൊണ്ട് ഒറ്റ ഓവർനൈറ്റ് കൊണ്ട് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാറായി മാറാൻ എനിക്ക് സാധിച്ചു. നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു മേനകയുമായിട്ട്. ഫാസിൽ സാർ കൈപിടിച്ച് ഉയർത്തിയ ഒരു കലാകാരൻ എന്ന് വേണം മലയാളത്തിൽ നമുക്ക് പറയാം. ഞാൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് വരുന്നത്. അതെ അതെ. അപ്പം എന്നെ റൊമാൻസ് എന്നുള്ളത് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആൾക്കാർക്ക് ഡയറക്ടേഴ്സിനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്താണാവോ എന്നെ വിളിക്കാത്തത്. ഞാൻ സീമ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു, എന്നെ വിളിക്കുന്നില്ല അതാണ്. സീമ ചേച്ചി പോയി പറഞ്ഞു, എന്താ ശങ്കറിനെ വിളിക്കാത്തത്? അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മേനകയുള്ള സെറ്റുകളിലൊക്കെ സുരേഷ് വരാറുണ്ട്. എന്നെ കാണാനാണോ മേനകയെ കാണാനാണോ? ആ സീനിൽ ഞാനത് പറയുന്നത് ഞാൻ ചെയ്തത് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. ശരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കുന്നു. ഞാനത് ചെയ്തു. ഭയങ്കര അപ്രിസിയേഷനായിരുന്നു ആ സീനിന്. എത്രയോ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ഹിറ്റുകൾ മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന, ഇന്ന് അവർക്ക് ഹിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ സന്ധ്യയ്ക്ക് വരുന്ന പൂക്കൾ പറയുമ്പോൾ കേട്ടോ, അതിലും മമ്മൂക്കായും ശങ്കരേട്ടനായിട്ടുള്ള അഭിനയ സീനുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ല, അതാണ് സിനിമയുടെ ഒരു ഇത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. കഥ വായിച്ചപ്പോൾ അവർക്ക് ഫീൽ ചെയ്തു ഈ കഥ പോരാ. ഇത്രയും ആൾക്കാർ ക്രൂ ഒക്കെ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ കുളു മനാലിയിൽ ഒരു 10, 60, 70 പേര് അവിടെ വന്നിരിക്കുക. ഇന്ന ഹോട്ടൽസിൽ സ്റ്റോപ്പ് ചെയ്യാണ് സിനിമ. ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ കെട്ടി വെച്ചിരിക്കുക ഇവിടെ ഇങ്ങനെ. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങ് കൊട്ടും. അപ്പോൾ ഇതിങ്ങനെ അതിൽ വീഴും. അത് കഴിയുമ്പോൾ കുറച്ച് ഒരാൾ ചാക്കുമായിട്ട് വരും. സത്യം, എക്സാജറേഷൻ അല്ല. അവസാനം ഈ ബെഡ് മുഴുവൻ ക്യാഷാണ്. ഇവരൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട്, മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അന്നും ഇന്നും അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ശങ്കർജി ഒന്ന് മാറി നിന്നു, പിന്നീട് ഒന്ന് തിരിച്ചു വരുന്നു. എത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഒരു ടൈം എന്ന് വിചാരിച്ചിരുന്ന് ഞാൻ മാറി നിൽക്കുമ്പോഴാണ് എന്നെ തിരഞ്ഞൊരു സിനിമ വരുന്നത്. പക്ഷേ എന്തോ നമ്മുടെ സമയമായിരിക്കാം, ആ സിനിമ വിചാരിച്ച മാതിരി അത്ര അങ്ങ് വിജയിച്ചില്ല. ഒരു പടം കഴിയുമ്പോൾ അടുത്ത പടം തുടങ്ങും. ഇതിൽ നമ്മളാണ്. അപ്പോൾ അങ്ങനെ വന്ന് പെൻഡിങ് ആയത് തരാതെ എന്ന എല്ലാ പടവും പറയുന്നതൊക്കെ നമുക്ക് നല്ല പൈസ പറയാം. പക്ഷേ ഫൈനലി വരുമ്പോൾ എപ്പോഴും ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് പ്രൊഡ്യൂസർക്ക് എപ്പോഴും പ്രശ്നമാണ്.